energy stored in a capacitor. Capacitor എന്നാ നമ്മൾ പറഞ്ഞേ? Capacitor is a device used to store electric charge. Electricity അല്ല, electric charge. അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ചാർജ്, അതായത് ക്യൂ സ്റ്റോർ ചെയ്യും. ക്യൂ ആണല്ലോ ചാർജിന്റെ റെപ്രസെന്റേഷൻ. യൂണിറ്റ് കൂളോം പറഞ്ഞു. സ്റ്റോർഡ് ചാർജ് ക്യൂ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ പാരലൽ പ്ലേറ്റ് എന്ന് ഞാൻ എന്ന് പറഞ്ഞു. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. രണ്ട് പ്ലേറ്റ് ഉണ്ടാവും. ഒരു പ്ലേറ്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എത്രയാന്ന് നമ്മൾ പഠിച്ചേ? ഒരു പ്ലേറ്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എത്രയായിരുന്നു? ഇതിപ്പോ എല്ലാം പോസിറ്റീവ് ആണ്. 1 2 3 4. -1 കൃത്യ എണ്ണ ആയിരിക്കണേ. ഇടതുവശത്ത് വരയ്ക്കുന്ന അതേ ചാർജിന്റെ എണ്ണ ആയിരിക്കണം വലതുവശത്ത്. എങ്ങനെയാ പറഞ്ഞ റോഷൻ സോറി. ഒരു ഇലക്ട്രിക് ഷീറ്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എത്രയായിരുന്നു? പ്ലസ് സിഗ്മ ആണെങ്കിൽ സിഗ്മ ബൈ 2ε0 പഠിച്ചിട്ടാണോ വന്നേന്ന്? ഇതിന്റെ എത്രയാകും? മൈനസ് സിഗ്മ ബൈ 2ε0. ഓർക്കുന്നുണ്ടോ? ഒരു ചാർജിന്റെ ഷീറ്റ് ആയിരുന്നപ്പം ആ ചാർജിന്റെ ഷീറ്റിലെ പുറത്തുള്ള ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ്, ഇവിടുത്തെ ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ഗോസ് ലോ അനുസരിച്ച് നമ്മൾ എഴുതിയതാണ് E = സിഗ്മ ബൈ 2ε0 എന്ന്. ഓർക്കുന്നുണ്ടോ? അപ്പൊ അങ്ങനത്തെ ഒരു ഷീറ്റാണിത്. ഒരു വര വരച്ചാൽ ഇതൊരു ഷീറ്റിന് തുല്യമാണ്. അതാണ് പാരലൽ പ്ലേറ്റ് എന്ന് പറയാൻ കാരണം. ശരിക്കും ഇങ്ങനെ ഇരിക്കും ഇത്. കപ്പാസിറ്ററെ കുറിച്ച് പറയുമ്പോൾ നല്ല ഐഡിയ ഉണ്ടാവണം. അപ്പൊ ഇതിനകത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എത്രയാന്ന് പറഞ്ഞേ? പുറത്തെ E എത്രയാന്ന് നമ്മൾ ദിവസം പറഞ്ഞേ? 0. ഈ വശത്തെ എത്രയായിരിക്കും? 0. നടുക്കത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എത്രയാണ്? സെബിൻ നടുക്കത്തെ എത്രയാണ്? നടുക്കത്ത് എത്ര? നടുക്ക് സിഗ്മ ബൈ ε0 എഴുതി തന്നത് ഓർക്കുന്നുണ്ടോ? ഒന്ന് നോക്കിയേ. മറിച്ച് പുറത്തെ രണ്ട് വശവും 0 ആയിരിക്കും. നടുക്കത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ സിഗ്മ ബൈ ε0. ഒരു പ്ലേറ്റിന്റെ എത്രയാണ്? സിഗ്മ ബൈ 2ε0. അപ്പൊ ഈ നടുക്ക് സ്റ്റോർ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാല് ഒരു നോക്കിയാൽ സിഗ്മ ബൈ 2ε0 ആണ് ഒരു ഷീറ്റിന്റെ എങ്കിൽ അതിനെ 2 കൊണ്ട് ഗുണിക്കുമ്പോഴല്ലേ സിഗ്മ ബൈ ε0 ആകുന്നത്. അങ്ങനെ ഒരു ചോദ്യം വരാം. The electric field stored in a capacitor is 2 times of the electric field of one sheet. ഒരു ഷീറ്റിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ സിഗ്മ ബൈ 2ε0 ആണ്. അതിന്റെ 2 മടങ്ങ് സ്റ്റോർ ചെയ്യും. ദാറ്റ് മീൻസ് ദ ഇലക്ട്രിക് ഫീൽഡ് സ്റ്റോർഡ് ഇൻ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഇത് രണ്ടും പാരലൽ ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് പാരലൽ. stored in a parallel plate capacitor is 2 times of 2 കൊണ്ട് ഗുണിക്കുക എന്നുള്ളത് 2 into sigma by 2ε0. 2 times of the electric field of a ഇലക്ട്രിക് ഫീൽഡ് ഓഫ് വൺ ഷീറ്റ് എന്ന് പറയുന്നത്. ഒരു ഷീറ്റിന്റെ അല്ലെ ഒരു പാരലൽ പ്ലേറ്റിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എത്രയാണ്? സെബിൻ ഒരെണ്ണത്തിന്റെ വാല്യൂ എത്രയാണ്? 2ε0. അപ്പൊ നടുക്ക് എത്രയാന്നാ പറഞ്ഞേ? സിഗ്മ ബൈ ε0. അപ്പം ഇത് തമ്മിൽ എങ്ങനെയാണ്? ഇതിന്റെ 2 ഇരട്ടി ഇലക്ട്രിക് ഫീൽഡ് ഒരു കപ്പാസിറ്ററിനകത്ത് സ്റ്റോർ ചെയ്യും. ഓക്കെ. ഇനി
എനർജി ഓഫ് എ കപ്പാസിറ്റർ. എനർജി ഓഫ് എ കപ്പാസിറ്റർ ഡെറിവേഷൻ നിങ്ങൾ പഠിക്കുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഡി ഡബ്ല്യു എഴുതി തരണോ ഡെറിവേഷൻ? ഡി ഡബ്ല്യു ചാർജ് സ്റ്റോർ ചെയ്യുമ്പോൾ ഉള്ള വർക്ക് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യൽ ഇൻറ്റു ഡി ക്യൂ. ഇക്വേഷൻ പഠിക്കാൻ പറ്റുമോ? ഡി ഡബ്ല്യു ഈക്വൽ ടു വി ഡി ക്യൂ. അങ്ങനെയെങ്കിൽ വർക്ക് കാണാൻ വേണ്ടി ഇവിടെ ഡിഫറൻസിയേഷൻ അത് കളയാൻ വേണ്ടി ഇപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ 0 ടു ടോട്ടൽ ചാർജ് ക്യൂ ആണെങ്കിൽ ക്യൂ ഇൻറ്റു വി ഡി ക്യൂ. ഇൻ്റഗ്രൽ ഡി ക്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അല്ല നിൽക്കുക, നമുക്ക് വിനെ ക്യൂവിലോട്ട് ആക്കിയാലല്ലേ ക്യൂവിൻ്റെ ടൈമിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ക്യൂ ഈക്വൽ ടു സി വി എന്നൊരു ഇക്വേഷൻ പഠിപ്പിച്ചിട്ടില്ലേ? അറിയത്തില്ലേ? അതിനകത്ത് വിക്ക് പകരം എന്നാന്ന് എഴുതാം? വിക്ക് പകരം ക്യൂ ബൈ സി എന്ന് എഴുതാം. അത് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 ടു ക്യൂ ബൈ സി ഇൻറ്റു ഡി ക്യൂ. ഡി ക്യൂ ക്യാപിറ്റലോ സ്മോളോ, ഇവിടെ ചാർജ് നമ്മൾ ക്യാപിറ്റൽ എഴുതുന്നതുകൊണ്ട് ക്യാപിറ്റൽ എഴുതിക്കും. അപ്പം 1/c ഒരു കോൺസ്റ്റന്റ് ആണ്. ക്യൂവിൻ്റെ ഇൻ്റഗ്രൽ ക്യൂവിൻ്റെ വാല്യൂ അറിയാവോ? ഇൻ്റഗ്രൽ ക്യൂ ഡി ക്യൂ ആണ്. ക്യൂ ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ എത്രയാ? ഇൻ്റഗ്രൽ ഓഫ് എക്സ് റൈസ് ടു എൻ എന്നാ? എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. ഇവിടെ ക്യൂ റൈസ് ടു 1 ആണ്. ഇൻ്റഗ്രൽ ഓഫ് ക്യൂ റൈസ് ടു 1 എന്ന് പറയുമ്പോൾ ക്യൂ റൈസ് ടു 1 പ്ലസ് 1 ബൈ 1 പ്ലസ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ 2 ഇൻറ്റു 1/c. That is equal to ഇവിടെ വരെ മതി. വർക്ക് ഈസ് ഈക്വൽ ടു ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സി. ഇനി നോക്കിയേ ഫസ്റ്റ് ഇക്വേഷൻ. ക്യൂവിനെ സി വി എന്ന് എഴുതത്തില്ലേ? ക്യൂവിനെ അപ്പം എങ്ങനെ കിട്ടും? ഡബ്ല്യു ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ക്യൂവിൻ്റെ സ്ക്വയർ സി സ്ക്വയർ വി സ്ക്വയർ ബൈ സി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് സി വെട്ടിക്കളയാം, ഹാഫ് സി വി സ്ക്വയർ. That is the second equation, half CV square. ഇനി Q ഈക്വൽ ടു സി വി ആണെങ്കിൽ ഒരു സിക്കും വിക്കും പകരം ക്യൂ എന്ന് എഴുതാം. അപ്പം ഹാഫ് ക്യൂ ഇൻറ്റു വി. 3 ഇക്വേഷൻ കിട്ടിയപ്പോൾ ദാറ്റ് മീൻസ് ദ വർക്ക് ഓർ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ഈസ് ഈക്വൽ ടു ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സി, ഹാഫ് സി വി സ്ക്വയർ, ഹാഫ് ക്യൂ വി. ഇത് പഠിക്കാൻ എളുപ്പമാണ്. ഇപ്പം നമ്മൾ എനർജിയുടെ ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ എന്ന് വെച്ച് നമുക്ക് ഒരെണ്ണം അറിയാമല്ലോ. ഹാഫ് എം വി സ്ക്വയർ എന്നുള്ളത് ഇല്ലേ? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ അല്ലേ ഇത്? അതിന് പകരം ഹാഫ് സി എന്നാവൂന്നേ ഉള്ളൂ, ഹാഫ് സി വി സ്ക്വയർ. ഇനി ക്യൂവിൻ്റെ ടേം വേണം, അതനുസരിച്ച് മാറ്റിയാൽ മതി. ഇനി നമുക്ക് അറിയേണ്ട ഇക്വേഷൻ ക്യൂ ഈക്വൽ ടു സി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ വിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വീണ്ടും ഇക്വേഷൻ രണ്ടും കിട്ടിക്കോളും. അപ്പം ഇതായിരിക്കും ദ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. ഇനി ദ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ഇൻ ടേംസ് ഓഫ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എപ്സിലോൺ. ഇൻ ടേംസ് ഓഫ് എപ്സിലോൺ ഇതാണ് ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ഈസ് ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ. അപ്പൊ എനർജിക്ക് എത്ര ഇക്വേഷൻ കിട്ടി? എനർജി ഈസ് ഈക്വൽ ടു, ഇത് ഓർത്തിരിക്കണം, ഹാഫ് സി വി സ്ക്വയർ ആൻഡ് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ. എളുപ്പമല്ലേ? ഡെറിവേഷൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഡെറിവേഷൻ ഇപ്പം പറയാം കേട്ടോ. ഇതൊന്ന് ചെയ്ത് കാണിച്ചിട്ട് പറയാവേ. അത് വളരെ അത്യാവശ്യമായിട്ട് ഒരു ഇക്വേഷൻ. അതായത് എനർജി ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ എന്നല്ലേ കിട്ടുന്നത്. ഇതാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ട് പോകുന്നത്. ഓക്കെ, ആദ്യം എന്നാന്ന് ചോദിച്ചാൽ ഈ സിക്ക് പകരം ഇടുക. നമ്മുടെ ഇക്വേഷൻ എന്നാ? ക്യൂ ഈക്വൽ ടു സി വി. അതിനകത്ത് സി എങ്ങനെയാവും? സി ഈക്വൽ ടു
സി എങ്ങനെയാവും? ക്യൂ ബൈ ഇങ്ങോട്ട് പോകും, ക്യൂ ബൈ വി. ഇങ്ങോട്ട് കൊടുത്താൽ എങ്ങനെയാവും? ഇ ഈക്വൽ ടു ഹാഫ് ക്യൂ ബൈ വി ഇൻറ്റു വി സ്ക്വയർ. ഒരു വിയും വെട്ടിക്കളയാം. അപ്പൊ എങ്ങനെ കിട്ടും? ഹാഫ് ഇൻറ്റു ക്യൂ വി. ഇതല്ലേ നമ്മൾ അവസാനം എഴുതിയത്? കണ്ടോ? ഈ ഒരു ഇക്വേഷൻ പഠിച്ചാല് അതിനകത്ത് ഈ റിലേഷൻ എടുത്താൽ ഇത് തെളിയിക്കാം. ഇതിപ്പോ സി ആയിട്ട്, ഇനി സിക്ക് പകരം നമുക്ക് ഇതിനകത്ത് വി എടുക്കാം. വി ഈക്വൽ ടു, ഇതിനകത്ത് വി എങ്ങനെയാവും? ഇതിനകത്ത് വി എങ്ങനെയാവും? V is equal to C by ഇപ്പുറത്തെ ബസ്സോട്ടിലൂടെ കൊണ്ടുപോണേ. Q ഈക്വൽ ടു സി വി എന്നാണെങ്കിൽ പി എങ്ങനെ എഴുതും? ക്യൂ ബൈ സി എന്നാവും. ഇങ്ങോട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം ആ ക്യൂ ബൈ സി എന്നുള്ളത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എങ്ങനെയാവും? വിയുടെ വാല്യൂ ഇ ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് സി ഇൻറ്റു ക്യൂ ബൈ സി സ്ക്വയർ. എങ്ങനെയാവും? ഹാഫ് സി ക്യൂ സ്ക്വയർ ബൈ സി സ്ക്വയർ. ഒരു ട്യൂബ് ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സി. ഇതെല്ലായിരുന്നു അടുത്ത ഇക്വേഷൻ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ പഠിച്ചോണ്ട് പോയാൽ മതി പരീക്ഷയ്ക്ക്. എന്നിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് രണ്ടും ഡിറൈവ് ചെയ്യാൻ പഠിക്കണം. ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, ഇത് തേർഡ് വൺ. ഓക്കെ, ഇതിങ്ങനെ എഴുതിയെടുത്തേ. ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഡിറൈവ് ചെയ്യാം കേട്ടോ സെവനെ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സാധനം. പ്രോബ്ലത്തില് എനർജി കണ്ടുപിടിക്കാൻ ചോദിച്ചു ഇനി ക്യൂവും സി ആകുന്നെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കണം, ക്യൂവും വി ആണ് ഇത് ഉപയോഗിക്കണം, സിയും വിയും ആണ് ഇത് ഉപയോഗിക്കണം. ഇനി ഈ ഒരെണ്ണം പഠിച്ചാൽ മതി. ഞാൻ പറയാൻ കാരണം ഹാഫ് എം വി സ്ക്വയർ വെച്ച് ഓർത്തിരിക്കണം, ഹാഫ് സി വി സ്ക്വയറിന് പെട്ടെന്ന് ഓർത്തിരിക്കാം. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു തരുന്നത്. അങ്ങനെ തന്നെ പഠിക്കാവൂ. റോഷനല്ലേ എനിക്ക് അയച്ചു തന്നെ ഇത് മുഴുവൻ. അതിനകത്ത് കണ്ടോ E0 അല്ലടോ, എപ്സിലോൺ സീറോ ഉണ്ടോ? പെർമിറ്റിവിറ്റിയുടെ വാല്യൂ എപ്സിലോൺ സീറോ എന്നുള്ളതിന് താൻ E0 എന്ന് എഴുതി വെച്ചേക്കുന്നു അല്ലേ? നോക്കിയേ, എപ്സിലോൺ സീറോയുടെ വാല്യൂ ആയ ഇഷ്ടം പോലെ 5 എണ്ണം എഴുതിയത് കണ്ടോ? അതിനകത്ത് എപ്സിലോൺ സീറോ എന്നാണ് E0 എന്നാണ് എഴുതി വെച്ചേക്കാൻ. നോക്കിയേ, പെർമിറ്റിവിറ്റിയുടെ വാല്യൂ എങ്ങനെ എഴുതി വെച്ചേക്കുന്നത്? എടോ രണ്ടാമത് എഴുതിയില്ലേ എഫ് വലതുവശത്ത്? 5 പ്രാവശ്യം എഴുതിയില്ലേ? ഗ്രൂപ്പിലോട്ട് എനിക്ക് അയച്ചില്ലേ ഒരു സാധനം? അതിനകത്ത് E0 എന്നല്ലേ താൻ എഴുതിയേക്കുന്നത്? എപ്സിലോൺ സീറോയുടെ ചിഹ്നമാണോ അത്? ക്യാപിറ്റൽ ഇ അല്ലേ എഴുതി വെച്ചേക്കുന്നത് അല്ലേ?
അതിന്റെ അപ്പുറം എന്നെ എഴുതി വെച്ചേക്കുന്നത് എപ്സിലോൺ ആർ ഈക്വൽ ടു എപ്സിലോൺ ബൈ എപ്സിലോൺ 0 എന്ന്. അതിനും ഈ അല്ലേ ഇട്ട് വെച്ചേക്കുന്ന പലതിനും. പിന്നെ ഇവിടെ നോക്ക്, ബോർഡേ നോക്കിയാൽ ഫൈ എങ്ങനെ എഴുതുന്നതെന്ന്. ഫൈ ഇതാ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ചെരിച്ചിടണം ഒരൽപ്പം കേട്ടോ. ആദ്യത്തെ ഫൈ കൃത്യം നേരെ വരച്ചോ, കുഴപ്പമൊന്നുമില്ല. രണ്ടാമത്തെ ഫൈ ഇങ്ങനെ എഴുതി വെച്ചേക്കുക, അതിന് വരയില്ല, നീളത്തിൽ വരയ്ക്കണം കേട്ടോ. 3, 4, 5 വലിയ കുഴപ്പമില്ല. അത് ഏത് ലോയാടോ ആ ഫൈ ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 എന്ന് പറയണേ? റോഷൻ, ഫൈ ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 എന്ന് പറഞ്ഞ ഏത് ലോയാ? സെബിൻ, ഫൈ ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 എന്ന് പറഞ്ഞ ഏത് ലോയാ? സെബിന് കേൾക്കാവോ? കേൾക്കാം സാറേ. ഫൈ ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 എന്ന് പറഞ്ഞ ഏത് ലോയാന്ന്? The energy stored in a capacity. നമ്മൾ എനർജി ദാറ്റ് ഈസ് ഈക്വലൻ ടു വർക്ക് കണ്ടുപിടിച്ചിട്ടാണ് അത് എനർജി എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ചാർജ് സ്റ്റോർ ചെയ്യണമെങ്കിൽ കപ്പാസിറ്റർ ഒരു വർക്ക് ചെയ്യണം. വർക്ക് ഡൺ ടു സ്റ്റോർ ചാർജ്. ആ വർക്കിന്റെ ഇക്വേഷൻ ആണ് ദ ചേഞ്ച് ഇൻ വർക്ക് dW ഈക്വൽ ടു വി ഡി ക്യു. ഈ ഇക്വേഷൻ അറിയണം കേട്ടോ. അതായത് ഡി ക്യു എന്ന് പറയുന്ന ചാർജ്, ഡി ക്യു എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ക്യു, ചേഞ്ച് ഇൻ ചാർജ്. ഡി ക്യു അത്രയും വ്യത്യാസം. ഡെൽറ്റ വർക്ക് ആണോ? ചേഞ്ച് ഇൻ വർക്ക് ഡെൽറ്റ ഡബ്ല്യു. ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു വി നമ്മൾ എഴുതിയില്ലേ, ഹാഫ് സി വി സ്ക്വയറിനകത്തുള്ള പൊട്ടൻഷ്യൽ തന്നെ. ക്യു ഈക്വൽ ടു സി വി എന്ന് എഴുതിയില്ലേ. ക്യു സ്റ്റോർഡ് ചാർജ്, സി കപ്പാസിറ്റൻസ്, വി അപ്ലൈഡ് പൊട്ടൻഷ്യൽ. ഒരു ബാറ്ററി കൊടുത്താലല്ലേ സ്റ്റോർ ചെയ്യുള്ളൂ. അപ്പൊ കൊടുത്ത ബാറ്ററിയുടെ വോൾട്ടേജ് ആണ് വി. ഇതിനകത്ത് സ്റ്റോർ ചെയ്യപ്പെട്ട ചാർജ് ആണ് ഡി ക്യു. അതിന് ചെയ്ത വർക്കാണ് ഡി ഡബ്ല്യു. ക്ലിയർ ആയോ? സോ ഇത് ഡിഫറൻഷ്യൽ ഫോർമുല ഡി ഡബ്ല്യു. അപ്പൊ ടോട്ടൽ വർക്ക് എടുക്കാൻ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രൽ വി ഡി ക്യു. ഓക്കെ. ടി ഡബ്ല്യു എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ അല്ലെ, ഡിഫറൻഷിയേഷൻ ആയിട്ടാണ് കിടക്കണേ. അപ്പം ഡിഫറൻസിയേഷൻ മാറ്റി ടോട്ടൽ വർക്ക് ചെയ്യണമെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പം ഇന്റഗ്രൽ ചെയ്യുമ്പം ഇന്റഗ്രൽ വി ഡി ക്യു. ഇപ്പം ഇന്റഗ്രേഷൻ കൊടുത്തു, മനസ്സിലായോ? ഇനി എവിടം മുതൽ എവിടം വരെ ഇന്റഗ്രേഷൻ? 0 മുതൽ ക്യു ആണ് മാക്സിമം ചാർജ് സ്റ്റോർ ചെയ്യുന്നെങ്കിൽ. ഇനി വീനെ അതായത് ഇന്റഗ്രേഷന്റെ ലിമിറ്റ് എവിടെ മുതൽ? നിങ്ങൾ ഇന്റഗ്രേഷൻ ചാപ്റ്റർ പഠിച്ചില്ലേ ഇതുവരെ മാത്സിൽ? അത് പഠിപ്പിക്കുന്നില്ലേ? 0 to എവിടം വരെയാണ് മാക്സിമം വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്? ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി എന്നൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി എന്നൊക്കെ എഴുതുന്നത്. തീറ്റ ആണെങ്കിൽ 0 to തീറ്റ, അങ്ങനെ ഓരോന്നിനെ വാല്യൂ കൊടുക്കും. അങ്ങനെ ഇന്റഗ്രൽ 0 to ക്യൂ വി ഡി ക്യു. ഇനി വിയുടെ വാല്യൂ ഇവിടെ ഡി ക്യൂ അടക്കണം. വിനെ ക്യൂവിലോട്ട് ആക്കണം. നമ്മുടെ ഇക്വേഷൻ ക്യൂ ഈക്വൽ ടു സി വി. സിയും വിയും ക്യൂ ഉള്ള ഇക്വേഷൻ. ക്യൂവിലോട്ട് ആക്കണമെങ്കിൽ വിനെ വി ഈക്വൽ ടു സി ഇങ്ങോട്ട് കൊണ്ടുവന്ന ക്യൂ ബൈ സി എന്ന് കൊടുക്കും. അപ്പൊ എങ്ങനെയായി നമ്മുടെ ഇക്വേഷൻ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to ക്യൂ ബൈ സി ഇൻറ്റു ഡി ക്യൂ. ഓക്കെ.
ഇനി ഇന്റഗ്രൽ ഓഫ് ക്യൂവിന്റെ വാല്യൂ അറിയണം. അറിയാവോ? ഇന്റഗ്രൽ ഓഫ് 0 to q q dq അറിയാവോ? റോഷൻ അറിയാവോ ഇന്റഗ്രേഷന്റെ വാല്യൂ? ഇല്ല. സെബിൻ അറിയാവോ? ഇല്ല. ഇന്റഗ്രൽ ഇങ്ങനെയാണ്. ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാല് ഇവിടെ കിടക്കുന്നതിന്റെ പവർ എത്രയാണോ എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. ഇവിടെ എത്രയാണ് കിടക്കണത്? ക്യൂ റൈസ് ടു 1 അല്ലെ? വെറും ക്യൂ ആ. അത് ഇതിനകത്ത് തന്നെ ഇന്റഗ്രൽ ക്യൂ ഡി ക്യൂ. അതാണ് ചോദ്യം. എഴുതുമ്പം ക്യൂ റൈസ് ടു 1 പ്ലസ് 1 ബൈ 1 പ്ലസ് 1 ആവും. ഇപ്പൊ എത്രയാവും? ക്യൂ സ്ക്വയർ ബൈ 2 എന്നാവും. ഇത്രയും സാധനത്തിന്റെ വാല്യൂ. അപ്പൊ അതിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താല് ഹലോ ഇപ്പൊ ഇതിന്റെ വാല്യൂ എത്ര കിട്ടി? ക്യൂ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടി. ഇപ്പൊ ഇന്റഗ്രൽ ക്യൂ ഡി ക്യൂവിന്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയത് ക്യൂ സ്ക്വയർ ബൈ 2. ഇനി ഇവിടെ ഒരു 1/c ഇല്ലേ? 1/c മിച്ചം കിടപ്പില്ലേ? 1/c ഇൻറ്റു ക്യൂ സ്ക്വയർ ബൈ 2. അതിനെ നമ്മൾ നേരെ എടുത്തെഴുതി ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സി. ഇതല്ലേ നോക്കി നമ്മുടെ ഇക്വേഷൻ ഓർണം ഉണ്ടാ. ഇവിടം വരെയും തെളിയിച്ചാൽ മതി. സെബിനെ സംശയം ചോദിച്ചു. ഇത് മനസ്സിലായോ? ഇന്റഗ്രൽ ഓഫ് ക്യൂ ഡി ക്യൂ ചെയ്തത് ക്യൂ റൈസ് ടു എത്രയാണോ പവർ അതേ പ്ലസ് 1 ഡിവൈഡ് ബൈ ആ വാല്യൂ പ്ലസ് 1. അപ്പൊ എത്ര വരും? ക്യൂ സ്ക്വയർ ബൈ 2 എന്നാവും. അപ്പം ഇന്റഗ്രൽ ക്യൂ ഡി ക്യൂ ഇത്രയും വാല്യൂവിന് പകരം എന്താവും? ക്യൂ സ്ക്വയർ ബൈ 2 ആവും. പിന്നെ ഇവിടെ എന്താ മിച്ചുള്ളൂ? ഒരു 1/c അല്ലേ? അപ്പൊ 1/c ഇൻറ്റു ക്യൂ സ്ക്വയർ ബൈ 2 ഓർ 1/2. 2 ഇപ്പുറത്തോട്ട് എടുത്തു. ചുമ്മാ നേരെ എഴുതിയെന്നേ ഉള്ളൂ. ഇങ്ങനെ എഴുതിയാലും ശരി തന്നെ. ഹാഫ് എന്ന് പറഞ്ഞ് തുടങ്ങാൻ വേണ്ടി ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സി. ഇക്വേഷൻസ് എന്നാണേലും നമ്മൾ ഓർത്തിരിക്കണം. അതായത് ഇ ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ. അതിനകത്ത് പിന്നെ ക്യൂ ഈക്വൽ ടു സി വി ഉപയോഗിച്ച് മറ്റ് രണ്ട് ഇക്വേഷൻ എഴുതണം. പിന്നെ ഇ ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ. എനർജി ഓഫ് എ കപ്പാസിറ്റർ ഓർ എനർജി ഡെൻസിറ്റി ഓഫ് എ കപ്പാസിറ്റർ ചോദിച്ചാൽ ഓർ വർക്ക് ചോദിച്ചാൽ ഈ രണ്ട് ഇക്വേഷനും എഴുതണം പരീക്ഷിക്കും. പിന്നെ ഇപ്പൊ റോഷൻ കണ്ട എപ്സിലോൺ 0 ഇ ഒന്നും മാറിപ്പോകരുത്. എപ്സിലോൺ 0 ഇതാണ് ഓക്കെ. ഇത് ഹാഫ് എം വി സ്ക്വയർ വെച്ച് ഓർത്തിരിക്കുകയാണെങ്കിൽ ഓർത്തിരിക്കുക. ഹാഫ് എം വി സ്ക്വയറിന് പകരം ഹാഫ് സി വി സ്ക്വയർ. ഇത് ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ. ദാറ്റ് ഈസ് ദ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. ഇവിടെ കപ്പാസിറ്റൻസ് സിയുടെ യൂണിറ്റ് ആണ് ഫാരഡ്. കപ്പാസിറ്ററിന്റെ യൂണിറ്റ് എന്നാണ്? ഫാരഡ്. ചാർജിന്റെ എന്നായിരുന്നു? ക്യൂവിന്റെ കൂളോം. ഇവിടെ കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ്. ഇനിയിപ്പൊ എഫിന്റെ ഇക്വേഷൻ എന്നായിരുന്നു? 1/4 പൈ എപ്സിലോൺ 0 Q1 Q2 ബൈ ആർ സ്ക്വയർ അല്ലേ? ഈ കൂളോം ഫോഴ്സിന്റെ യൂണിറ്റ് എന്നായിരിക്കും? ചാർജിന്റെ യൂണിറ്റ് എന്നാ? ഇതിനിപ്പോ യൂണിറ്റ് അവിടെ കോൺസ്റ്റന്റ് അവിടെ നിൽക്കട്ടെ. ചാർജിന്റെ യൂണിറ്റ് എന്നാ? കൂളോം. കൂളോം ഇൻറ്റു കൂളോം ഡിവൈഡഡ് ബൈ ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മീറ്റർ സ്ക്വയർ. അപ്പൊ എങ്ങനെയാവും? ചിലപ്പോൾ ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാം ഈ എപ്സിലോൺ 0യുടെ യൂണിറ്റ് കണ്ടുപിടിക്കാവുന്ന. അപ്പൊ ഇവിടെ 1/4 പൈ എപ്സിലോൺ 0 ആണെന്നിരിക്കട്ടെ. ഫോഴ്സിന്റെ യൂണിറ്റ് എന്നാ? ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ അല്ലേ? അറിയാവോ ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ? ന്യൂട്ടൺ സി ബൈ മീറ്റർ സ്ക്വയർ. ഇനി എപ്സിലോൺ 0യുടെ യൂണിറ്റ് കണ്ടുപിടിക്കുന്നെങ്കിൽ എപ്സിലോൺ 0 ഇങ്ങനെ മുകളിലോട്ട് ഉണ്ടാകും. എപ്സിലോൺ 0
ഇവിടുന്ന് ഇങ്ങനെ മുകളിലോട്ട് പോയി. അപ്പം ന്യൂട്ടൺ ഇവിടുന്ന് താഴ്ത്ത്, ഈ ന്യൂട്ടണിനുള്ള യൂണിറ്റ് താഴ്ത്ത് വരും. എപ്സിലോൺ 0 ഈക്വൽ ടു 1/4 പൈ. 4ഉം പൈയുടെ വാല്യൂ 3.14 ന്യൂട്ടൺ ഒന്നുമില്ല. സി ഇൻറ്റു സി ബൈ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു കൂളോം സ്ക്വയർ. ന്യൂട്ടൺ ഡിനോമിനേറ്ററില്ല, അത് മോളിൽ പോകുമ്പം ന്യൂട്ടൺ റേസ് ടു 1 ഉള്ളത് ന്യൂട്ടൺ റേസ് ടു -1 ആകും. മീറ്റർ സ്ക്വയർ മോളിൽ പോകുമ്പോൾ മീറ്റർ റേസ് ടു -2 ആകും. ഈ മൾട്ടിപ്പിൾ ടേബിൾ അപ്പം ഇങ്ങനെ ചേരുമ്പടി ഇറക്കുന്നവർ ഇങ്ങനെ ചോദിച്ചു ചിലപ്പോൾ ഇതിനകത്ത് ഈ വാല്യൂ തന്നെ യൂണിറ്റ് എഴുതാൻ പറയും. അപ്പം എപ്സിലോൺ സീറോയുടെ വാല്യൂ ഓർത്തിരുന്നു. ഒന്നെങ്കിൽ ഇത് പഠിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ അറിയണം. ചാർജിന്റെ യൂണിറ്റ് കൂളോം, കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ്. മൂന്ന് എഴുതിക്ക്. സാറേ ഡെറിവേഷന്റെ ബാക്കി ഏതിന്റെയാ? ഇതിന്റെയാ? ആ ഇത് ഡെറിവേഷൻ തീർന്നു ഇവിടം കൊണ്ട്. അത്രയുള്ളോ? ആ, ഇതിനകത്ത് ഇനി നമ്മൾ എന്നാ ചെയ്തേ? ക്യൂവിന് പകരം സി വി എന്ന് കൊടുക്കുക. ഓക്കെ, ചെയ്യാം. അവസാന ഇക്വേഷൻ ഇപ്പൊ എങ്ങനെയായിരിക്കണേ? ഇ ഈക്വൽ ടു ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സി. ഇനി ക്യൂ എന്ന് പറഞ്ഞ ഇക്വേഷൻ പിന്നെ ക്യൂ ഈക്വൽ ടു സാർ അതെങ്ങനെയാ ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സി വന്ന 1/c ഇൻറ്റു ക്യൂ സ്ക്വയർ ബൈ സി. അതെന്നാ ചെയ്തേ? ഒന്നും ചെയ്തില്ല. ഹാഫിനെ ആദ്യം എഴുതി, സീനെ അപ്പുറത്തോട്ട് എഴുതി. മനസ്സിലായോ? ഹാഫ് കൂട്ടി പറയാൻ വേണ്ടി അങ്ങനെ മാറ്റി ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ. ഇനി ക്യൂവിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ക്യൂ ഈക്വൽ ടു സിയും വിയും ചേർത്ത് ഇക്വേഷൻ എങ്ങനെയാ? ക്യൂ ഈക്വൽ ടു സി വി എന്നല്ലേ? ഈ എല്ലാ ഈ ഇക്വേഷൻ വെച്ച് കൊടുത്തു. അപ്പൊ ക്യൂവിന് പകരം സി വി എന്ന് കൊടുക്കുക. അപ്പൊ എങ്ങനെയാവും? ഹാഫ് സി വി ഓൾ സ്ക്വയർ ബൈ സി. ശരിയല്ലേ? ഹാഫ് സി സ്ക്വയർ വി സ്ക്വയർ ബൈ സി. കണ്ടോ? ഹാഫ് സി വി സ്ക്വയർ ആയി. അത് ഞാൻ പറഞ്ഞു, ഈ ഒരെണ്ണം ഓർത്താൽ മതി. ഇപ്പൊ ചെയ്ത് കാണിച്ചില്ലായിരുന്നു ഇവിടെ. ഹാഫ് സി വി സ്ക്വയർ ഓർത്ത് കഴിഞ്ഞാൽ ക്യൂ ഈക്വൽ ടു സി വി കൊടുത്തിട്ട് രണ്ടെണ്ണം തെളിയിക്കാം. ഇപ്പൊ പറഞ്ഞാണ് കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ്, ചാർജിന്റെ യൂണിറ്റ് കൂളോം, എപ്സിലോൺ സീറോയുടെ യൂണിറ്റ് കൂളോം സ്ക്വയർ, ന്യൂട്ടൺ റേസ് ടു -1, മീറ്റർ റേസ് ടു -2. കഴിഞ്ഞ ദിവസം ഞാൻ 1 ന്യൂട്ടൺ ഡിഫൈൻ ചെയ്യിപ്പിച്ചായിരുന്നു. 1 ന്യൂട്ടൺ ഓർക്കുന്നുണ്ടോ? എഫിന്റെ ഇക്വേഷൻ എന്നാണ്? 1/4 പൈ എപ്സിലോൺ 0 Q1 Q2 ബൈ ആർ സ്ക്വയർ. ഓർക്കുന്നുണ്ടെന്ന് ഏതാ പറഞ്ഞ? കേട്ട് പരിചയമാണ്. എഫ് എന്ന് പറയുന്നത് ഇതിന്റെ വാല്യൂ എത്രയാ? 1/4 പൈ എപ്സിലോൺ 0 മൊത്തം വാല്യൂ എത്രയാന്നാ പറഞ്ഞേക്കുന്നത്? മറിച്ചു 9 ഇൻറ്റു 10⁻⁹ ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ. ശരിയല്ലേ? ഇനി ഇത് 9 ഇൻറ്റു 10⁻⁹ ഇൻറ്റു രണ്ട് ചാർജും 1 ആയി കഴിഞ്ഞാൽ 1 ഇൻറ്റു 1 ബൈ ഡിസ്റ്റൻസും 1 അല്ലേ? അപ്പോഴാണ് നമ്മൾ 1 കൂളോം ഡിഫൈൻ ചെയ്തത്. 1 കൂളോം പറഞ്ഞു തന്നാ 1 കൂളോം ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 യൂണിറ്റ് ചാർജ്, രണ്ടും ഒന്നായതുകൊണ്ട് 2 യൂണിറ്റ് ചാർജ് separated by a distance. ഡിസ്റ്റൻസും 1 ആയിരിക്കണം. ഡിസ്റ്റൻസ് 1 മീറ്റർ. കണ്ടോ? ഓർക്കുന്നില്ലേ? ഇപ്പം ഇതാണ് 1 കൂളോംബിന്റെ ഡെഫിനിഷൻ. എന്നുവെച്ചാൽ ഇവിടെ അങ്ങനെ തന്നെ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് 1 ഫാരഡ് ഡിഫൈൻ ചെയ്യാൻ. അപ്പൊ ക്യൂവിന്റെ ഇക്വേഷൻ എന്നാ? ക്യൂ ഈക്വൽ ടു സി വി. അതിനകത്ത് ഫാരഡ് എന്ന് പറഞ്ഞാൽ ഏതിന്റെ യൂണിറ്റ് ആണ് ഞാനിപ്പോ പറഞ്ഞത്? കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ്. സി ഈക്വൽ ടു എങ്ങനെ എഴുതാം? ക്യൂ ബൈ വി. അപ്പം 1 ഇത് സി എന്ന് പറയുന്നത് 1 എന്ന് കിട്ടണമെങ്കിൽ ക്യൂ എത്രയായിരിക്കണം? 1 ആയിരിക്കണം. വി എത്രയായിരിക്കണം? 1 ആയിരിക്കണം. അപ്പൊ 1 കൂളോം ചാർജിനെ 1 വോൾട്ട് പൊട്ടൻഷ്യലില് സ്റ്റോർ ചെയ്യുമ്പം കിട്ടുന്ന
വാല്യൂവിനെയാണ് കപ്പാസിറ്റൻസിന്റെ വാല്യൂവിനെയാണ് 1 ഫാരഡ്. സോ 1 ഫാരഡ് ഈസ് ദ capacitance. ഈ വശം എഴുതി is the capacitance of a capacitor. എപ്പോഴാ സ്റ്റോർ എത്ര ചാർജ് ആവും? 1 coulomb in 1 when it store 1 coulomb charge under or in 1 volt പൊട്ടൻഷ്യൽ ഡിഫറൻസ്. മനസ്സിലായോ? വളരെ എളുപ്പം ഇതൊക്കെ. ഒക്കെ ഒന്ന് തന്നെ കേട്ടാൽ നിങ്ങൾ പഠിക്കുന്നില്ല അല്ലെ? മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞു വീണ്ടും വീണ്ടും കേൾക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ ഇത് മനസ്സിലായി, ഇത് തന്നെ മനസ്സിലാവുക. ഇത് മനസ്സിലായെന്ന് പറഞ്ഞ രണ്ടും മനസ്സിലാവും. വെരി സിമ്പിൾ. ഓക്കെ, നോട്ട് ചെയ്തൊരു യൂണിറ്റ്. ഇനി ചിലപ്പം പ്രോബ്ലത്തിലെ കപ്പാസിറ്ററിന്റെ വാല്യൂ ഇപ്പം 10 മൈക്രോ കൂളോം, നമ്മൾ കഴിഞ്ഞ ദിവസം 10 മൈക്രോ ഫാരഡ് എന്നാണ്. മൈക്രോ ഫാരഡിനെ ഫാരഡിലോട്ടാക്കാനാണ് ഞാൻ പറഞ്ഞത്. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഒരു പ്രോബ്ലം. വെരി ഗുഡ്. അതും ഒന്ന് ഓർത്തിരുന്നണം കേട്ടോ. പ്രോബ്ലത്തിൽ വല്ലതും 10⁻⁻6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ തന്നെ, കപ്പാസിറ്റൻസോട്ട് മാറ്റിയാൽ തന്നെ, ഫാരഡിലോട്ട് മാറ്റിയാൽ തന്നെ നമുക്ക് ഒരു മാർക്ക്. സോ കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു 10 മൈക്രോ ഫാരഡ് ആണെങ്കിൽ അതിനെ ഫാരഡിലോട്ട് മാറ്റി കഴിയുമ്പം 10 × 10⁻⁻6 ഫാരഡ്. സോ അതായിരിക്കും സി ഇൻ ഫാരഡ്. ഓക്കെ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. കപ്പാസിറ്റൻസ് രണ്ടെണ്ണം സീരീസ് ആണെങ്കിൽ ഇതേതാ? അത് സോൾവ് ചെയ്യണ്ടേ? സോൾവ് ചെയ്യാനല്ലോ. ഫാരഡിനെ മൈക്രോ ഫാരഡ് 2 യൂണിറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന. മനസ്സിലായോ? മൈക്രോ ഫാരഡിനെ ഫാരഡ് ആക്കുമ്പോൾ എന്നാ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. 10⁻⁻6 10 വേണ്ട, 10 തന്ന ചോദ്യമായിരുന്നു. 10⁻⁻6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്പിൾ ബൈ 10⁻⁻6. ഓക്കെ, ഇത് പറഞ്ഞ സെവനെ കപ്പാസിറ്റർ സീരീസ് ആയിരുന്നെങ്കിൽ കപ്പാസിറ്റൻസ് സിയുടെ ഇക്വേഷൻ 1/c. വെരി ഗുഡ്. സീരീസ് ആകുമ്പം 1/c ഈക്വൽ ടു 1/c1 പ്ലസ് 1/c2. രണ്ടെണ്ണം പാരലൽ ആണെങ്കിൽ 1+c2. c ഈക്വൽ ടു c എന്ന് എഴുതണം. അല്ലെ ഈ വശം 1/, ആണ് നമ്മൾ തെറ്റിപ്പോകും. c ഈക്വൽ ടു c1 പ്ലസ് c2. ഇത്രയാണ് കപ്പാസിറ്റർ എന്ന് പറയുന്ന ഹെഡിങ്ങിൽ വരുന്നതല്ല. ഓക്കെ, ബാക്കി നമ്മൾ ഇത്രയും ഞാനിപ്പം ക്ലാസ് അയച്ചു തരാം. ഇവിടെ കൂടി വെച്ച് വൈകിട്ട് വായിച്ച് പഠിച്ചിട്ട് വേണം കേട്ടോ. കിർച്ചോഫ്സ് ലോ 8 മണിന്ന് ഗ്രൂപ്പ് ഇട്ടേക്കുന്നത്. കിർച്ചോഫ്സ് ലോ, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, മീറ്റർ ബ്രിഡ്ജ്, പൊട്ടൻഷ്യോമീറ്റർ, അത്രയും പഠിക്കാം. എഴുതി കഴിയുമ്പോൾ പറയണേ, എന്നിട്ട് ഇറങ്ങാവുള്ളൂ.